ജലസിംഹം ബൈ ടീം അതോ ലോകം. കോമഡി ടീം, വെരി വെരി ഫണി ഗൈസ്. ഓക്കെ, കണ്ടു നോക്കാം. ഇയാളെ എവിടെ കണ്ട്? ഇയാൾ സിനിമയിലുള്ളതല്ലേ? എടാ ഇത് മറ്റേ സിനിമയൊക്കെ തുടങ്ങുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് കാണിക്കൂലേ, അത് ഞാൻ തപ്പിയപ്പോൾ ഇതേ കിട്ടിയോളൂ. എന്തോ വിറ്റ് വരാൻ പോണേ. ഓ, സുബിൻ ടാർസൻ. സുബിൻ ടാർസൻ അല്ലേ അത്? ആ, ഇങ്ങേര് ഇച്ചിരി പൊളിയാ, വിറ്റ് തന്നെ. ആ ഒരു ചെറിയ നരസിംഹം അറ്റ്മോസ്ഫിയർ ഒക്കെ പിടിച്ച അവരെ എവിടെ നോപ്പിച്ചു ഈ ലൊക്കേഷൻ. നമ്പ്യാരുടെ ചിതാഭസ്മം ഈ പുഴയിൽ ഒഴുക്കാൻ നമ്മൾ സമ്മതിക്കില്ല. ആർക്ക് വേണം നിന്റെ അനുവാദം? മുമ്പിൽ നിന്ന് മാറി നടക്കില്ല. ഞങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം നടക്കില്ലെന്ന് തന്നെയാണ്. ഇതുവരെ വരാനറിയാമെങ്കിൽ നടത്താനും നമുക്കറിയാം. കുളത്തിലൊരു തേങ്ങ വീണതിനെ എന്തിനാ എല്ലാവരും കൂടെ അങ്ങോട്ട് നോക്കണത്? ഇവിടെ നോക്ക്, ഇവിടെയല്ലേ കാര്യം പറയണത്. നിങ്ങൾ എന്ത് വേണോ കാട്ടിക്കൂട്ടിക്കോ, അതിൽ നിന്ന് എൻ്റെ അച്ഛൻ ഒഴിവാക്കണം. ഓക്കേ, പുള്ളിയുടെ അച്ഛൻ മാത്രം അങ്ങോട്ട് മാറിയില്ല, ബാക്കിയുള്ള എല്ലാരും ഇങ്ങോട്ട് മാറിയില്ല. എടാ തൊലിയാർ മണിയാ, ഇതാ കുടത്തി പിടിച്ചടച്ചിടാ നിന്റെ അച്ഛൻ തടാ പൂതു. എന്റെ അച്ഛൻ്റെ ചിതാഭസ്മം അതാണോ നരസിംഹം? വെള്ളത്തിൽ കിടക്കുന്നതാണോ നരസിംഹം? ഈ പുഴയിൽ ഒടുക്കാൻ എനിക്ക് ആരുടെ അനുവാദം ആവശ്യമില്ല. തടയാനെങ്ങാനും ശ്രമിച്ചാൽ തടയാൻ ശ്രമിക്കുകയല്ല, തടഞ്ഞിരിക്കും. മണപ്പള്ളി മാധവൻ നമ്പ്യാർ ഈ നാടിന് വേണ്ടി എന്ത് ചെയ്തിട്ടായി എഴുന്നള്ളിപ്പ്? ഇങ്ങോട്ട് നോക്കടാ, ഇവിടെ നോക്കടാ. നിനക്ക് വെള്ളത്തിൽ വെക്കാൻ സമയം തരാം. ഇവിടെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയല്ലേ. ഭാസ്കര, നിന്റെ അനിയനല്ലടാ, പിടിച്ചു മാറ്റടാ. കയ്യെടു ഭാസ്കരേട്ടാ, ചേട്ടനും അനിയനൊക്കെ അങ്ങ് വീട്ടില്. കയ്യൂക്കിന്റെ ബലത്തിലാണെങ്കിൽ ഞങ്ങൾക്കും ഒരാളോട് ചോദിക്കേണ്ടി വരും. ഏതോ ഒരുത്തൻ നിന്റെയൊക്കെ പിന്നിലുണ്ടെന്ന് ഊഹിച്ചിരുന്നു. ഏതാടാ അവതാരം? വിളിക്കാല്ലോ, പക്ഷെ ആ വിശ്വരൂപം കണ്ടാരും ഞെട്ടരുത്. അതേതാടാ അവതാരം? അപരാധ പിറവി അവതാരം അവതാരം മറ്റേത് പുള്ളിത്തരും കയറി വരുമ്പോ. അവതാരം മറ്റേത് പുള്ളി തരും കയറി വരുമ്പോ. ആ മൂർത്തിക്ക് ഇപ്പോൾ പേര് നരസിംഹം എന്നാണ്. ദാക്കാണ് നരസിംഹ. എവിടെയാ? ആ, എനിക്കറിയാൻ വയ്യ, ഇവിടെ പൊങ്ങാന്നല്ലടാ പറയുന്നത്. നരസിംഹോ, അത് നോക്കടാ. അയ്യോ ഓടി വരീനടാ. അയ്യോ, ഞാൻ ഇതൊക്കെ എന്തൊക്കെ കാണണേ. ഓടി വാ. ഇതാ പുള്ളിയല്ലേ സിനിമയിലൊക്കെ ഉള്ള, അല്ലല്ല, ചാണകം. രോമാഞ്ചത്തിലൊക്കെ ഉള്ള. കിടക്കണേ. അയ്യോ, ചത്തുരണ്ടോ നരസിംഹ. നരസിംഹോ, ഇപ്പൊ കണ്ണു തുറന്നില്ലെങ്കിൽ പിന്നെ കണ്ണു തുറക്കുമ്പോ നമ്മളെ കാണൂല. അങ്ങനെ തന്നെ. 2 പൊറോട്ട, ഒരു ബീഫ്, ഒരു ചായ. നിങ്ങൾ ഇത് എന്തോന്നൊക്കെ പറയണത്? ബെറോട്ടയും ബീഫുവാ, അതും ഇവിടെ. അപ്പോഴേ പറയണം മരത്തിന്റെ മണ്ടയിൽ നിന്ന് ഊർന്നിറങ്ങി പോഞ്ഞു വന്നിട്ട് പൊങ്ങി വന്നാലും മതിയായിരുന്നു. ഓ, അപ്പൊ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് തന്നെ പൊങ്ങി വരണം. ഇതിന് ഭയങ്കര ആഴമൊന്നും. ഒരു കാരണം വെച്ചാൽ പിറകെ തിരിഞ്ഞു നോക്കരുത്, അവന്മാരെല്ലാരും നോക്കുന്നുണ്ട്. നോക്കല്ലേ. ഇനിയിപ്പോ എന്തിനാ നമ്മൾ? എടാ നീ വിളിച്ചിട്ട് പോവാൻ. എവിടാ? എടാ നീ അവന്മാരെ നിന്നെടുത്തോണ്ട് നിർത്ത്. എന്തിനി? പാളിപ്പോയി, ഞാൻ ഒന്നുകൂടെ വരാം. ഒന്നുകൂടെ വിളിച്ച വരൂ. വരും. പറ്റിക്കരുത്, നാണം കിട്ടി. ഞാൻ വന്നിരിക്കും. നിങ്ങളെ വിശ്വസിച്ച് പോവേണേ. ആ, ഓക്കെ. ഒന്ന് സൈഡ് തന്നെ. മൂട് പോയി. അതാര്? ഞാൻ എവിടെ അതൊക്കെ കണ്ടിട്ടുണ്ടോ? പറഞ്ഞേ, ഇങ്ങോട്ട് വാ. ഇവിടെ അടുത്തുള്ള പയ്യൻ തന്നെ, നമുക്ക് അങ്ങോട്ട് പോയി സംസാരിക്കാം. ഞാൻ മുമ്പ് സഹായിച്ച ആരെങ്കിലും ആയിരിക്കും. സഹായിച്ച കഥയൊന്നും പറയണ്ട, അതിപ്പോ കിട്ടും. ഇന്ന് കുളിച്ചായിരുന്ന? കുളിച്ചു. ആഹാ, ഇനി ചിരിക്കണെന്തിനാ? ചിരിച്ചൂടെ? അതൊഴി എങ്ങനെ ഉപയോഗിക്കും?
എവിടെ ഒഴിക്കലും ഞാൻ വരും. ആ സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്, ഇതെല്ലാം നിന്ന സ്ഥലം. എല്ലാവരും പുറകോട്ട് വാ, പുറകോട്ട് വാ, കുറച്ചൊരു പുറകോട്ട് വാ. വേറൊന്നും കൊണ്ടല്ല, ഇവിടെ ആകുമ്പോൾ നല്ല കാറ്റുണ്ട്. ഞാനേ നേരത്തെ ഒരാളെ വിളിച്ചോട്ടാന്ന് ചോദിച്ചില്ലേ? വിളിച്ചോളൂ. പോയിട്ട് കുറച്ച് പണിയുണ്ട് കേട്ടോ. വിളിച്ചോളൂ, പെട്ടെന്ന് വിളിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇത് ഒഴുക്കിയിട്ട് പോകാൻ. വന്നോളാൻ പറഞ്ഞു. ഓ അത് മാസം, അത് മാസം. ഓ പവിത്ര ഇപ്പൊ വായിച്ചു കൂട്ടാടാ. പിന്നെ നാണക്കെടുത്തി. എന്തെന്ന് ഈശ്വര, ഇതെല്ലാം മാഞ്ഞു പോയില്ലേ? ഒരു മകന്റെ ധർമ്മമാണ് യഥാവിധ കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത്. എന്തോ കാര്യമായിട്ട് പറയണുണ്ട്. മണപ്പള്ളി മാധവൻ നമ്പ്യായിരുന്ന നിന്റെ തന്തയും സർവോപരി ചെറ്റയുമായ ആ നാറിയുടെ ഈ പാവനമായ നരിയിൽ നീ ഒഴുക്കൂല, ഒഴുക്കാൻ താമസിക്കൂല. അയാൾ എന്താ പറയുന്നേ? ആ എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയണ. നിനക്കൊല്ല കേൾക്കാൻ പറ്റണ. ഈശ്വര, ഇതെന്തോന്ന് ഗോക്ഷേത്രേ. ഈ പുള്ളിയാണോ മറ്റേ രോമാഞ്ചത്തിലൊക്കെ വന്ന് കോമഡി കാണിക്കുന്നത്, അതോ ഒരു അതുകൊണ്ട് നീ പോ മോനെ ദിനേശ. ദിനേശാ പൊക്കോ. അത് അണ്ണന്റെ പഞ്ച്. അതൊക്കെ പോട്ട്, നിങ്ങളെന്ത് ഈ വേഷത്തിൽ? ഇതെന്റെ അച്ഛൻ്റെ ചിതാഭസ്മം ഒഴുക്കലാണ്. അതിന് പട്ടെടുപ്പും പാവാട ഇട്ടുകൊണ്ട് വരാൻ പറ്റില്ലല്ലോ. നിങ്ങളല്ല, നിങ്ങൾ. ആഹാ, പച്ചയും നീലയും ഇവിടെ എന്താ കഥാപ്രസംഗം നടക്കുന്നു? നീക കാതികന്മാരാടാ, കണ്ണിൽ പച്ച വിട്ടുപിടിക്കുന്നു. നിങ്ങളുടെ ഇൻട്രോ സീനല്ലേ, ഒന്ന് പൊലിപ്പിക്കാൻ. ഒരു ഗുമ്മിന് വേണ്ടിട്ട് പൊലിപ്പിച്ചു തരാമേ. മഴ നനയുമ്പം അതിന്റെ കൂടെ ചീരയും കൂടെ നനട്ടെന്ന് വെച്ച് നനച്ചുതരാടാ, നല്ലപോലെ നനച്ചുതരാം. ഇതെവിടെ നനച്ചു? കിച്ചു സ്പെഷ്യൽസ് നിങ്ങളെ പറ്റിൽ വാങ്ങിച്ച കലിപ്പാവൂടെ നീ പക പോക്കുകയാണല്ലേടാ. ആ പിന്നെ പക പോക്കാതെ. ഇടയിൽ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ പിടിച്ച് 6 വർഷം ജയിലിട്ട മരപ്പാടാണ് അവൻ. പിന്നെ ഞാൻ അവനെ ഫ്രഞ്ച് കിസ് അടിക്കാം. അടിയുടെ അടി. പോ അവിടുന്ന് മുഖം. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എന്ത് ചൂടാൻ വന്നിരിക്കുന്നു. ചില കളികൾ കാണാനും ചില കളികൾ കാണിച്ചു തരാനും. കളിക്കാനാണെങ്കിൽ APL കളിയടാ. ഈ അഷറഫും അവൻ്റെ കൂട്ടുകാരൻ ജാഫറും APL കളിച്ച് 18,000 രൂപയും കൊണ്ട് മൂന്നാറ് ട്രിപ്പ് പോയി. അതുപോലെ എന്തെങ്കിലുമൊക്കെ നോക്ക്. എന്തോന്നത്? ആ അതൊരു ഗെയിമാണ്, മൊബൈൽ ഫോണിൽ കളിക്കണതാണ്. അതൊക്കെ കളിച്ചിട്ട് മൂന്നാറൊക്കെ പോകുന്നുണ്ട്. സൂപ്പറാണ്. മൂന്നാറൊക്കെ പോയിട്ടും കളിക്കുന്നതെന്നാണ് അറിയാം. ജാഫർ MPL ജാഫർ റെഫറൻസ്. എന്റെ അത്തച്ചിട്ട് പിടിച്ചിട്ടാണെങ്കിൽ ഞാനും പോകും. അതൊന്നും വേണ്ട. എൻ്റെ മാല പണയം വെച്ചിട്ടാലും നിങ്ങളെ മൂന്നാറ് മാല കാണാനില്ല. മാല വെള്ളത്തിൽ പോയി. അഞ്ചുവിന്റെ മാല കാണാനില്ലടാ. ഞാൻ ഇപ്പൊ വരാം. കിട്ടാനൊന്നും പോണില്ല. കിട്ടിയാലും തരാനും പോണില്ല. പക്ഷേ പവിത്ര, നിന്റെ അച്ഛന്റെ ചിതാഭസ്മം നീ ഇവിടെ ഒഴുക്കൂല മോനെ ദിനേശ. ഞാനിപ്പോൾ പോകുന്നു. ഈ ചിതാഭസ്മം കൊണ്ട് ഒരു തിരികെടാത്ത വിളക്കിന് മുമ്പിൽ വെക്കും ഞാൻ. എന്തിനെടുപ്പായി വല്ല വാഴയ്ക്കും കൊണ്ട് തടോട്. ആ സാധനം വാഴയ്ക്ക് തടയിട്ടല്ലേ, ആ വാഴ ആഴ്ചയിൽ കൊലയ്ക്കും. ചിരിയുടെ കുഴപ്പമില്ല. നിനക്കുമുണ്ടല്ലോ ജന്മം തന്നൊരാൾ. അല്ലാതെ പിന്നെ എന്നാ പട്ടി ഉണ്ടാക്കി. ജസ്റ്റിസ് 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 കരുണാകരൻ മേനോൻ. അച്ഛനെ തുപ്പുന്നോടാ ഇഡിയറ്റ്. അച്ഛന് തുപ്പിയതല്ല, തുപ്പിൽ തെറിച്ചതാ. മരണം ഒരു നാൾ അയാൾക്കുമുണ്ടാകും. അന്ന് നീ ഈ പുഴക്കടവിൽ ബലിയിടാനിരിക്കുമ്പോൾ ഞാനുമുണ്ടാകും.
ഈ മൺകുടത്തിൽ അവശേഷിക്കുന്നത് ഈ പുഴയിൽ ഒഴുക്കാൻ. മോനെ അത് അതിമോഹമാണ്. എൻ്റെ അച്ഛൻ്റെ ചിത കത്തുന്നത് വരെ ആയുസ്സുണ്ടെന്നുള്ള നിന്റെ അതിമോഹം. ഇടയെ നിനക്ക് വേണമെങ്കിൽ എൻ്റെ അച്ഛൻ്റെ കാലിൽ ഒന്നോരുണ്ടെന്നൊക്കെ വെട്ടി തരാം. അതുകൊണ്ട് നീ ചന്ദനം മുട്ടി വെച്ച് കത്തിച്ചതിൻ്റെ ആശ പോട്ട് 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 തൊല്ല കേസാണ്. വാളി പിള്ളേരാണെന്ന് തോന്നുന്നു. നമ്മൾ വല്ല പറഞ്ഞുകൊണ്ടിരുന്ന പിന്നെ കൊണാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്തൊരു അങ്ങേരാ ചെയ്യ പെണ്ണ് എന്തിനാണെന്ന് അറിയാമോ? നിങ്ങളെ കളിയാക്കി സംസാരിക്കണതാണ്. നിങ്ങൾക്കൊരു വിലയില്ല. ഒരു 5 ഡയലോഗ് അടിച്ചാണ്. പവിത്ര, കൂടുതൽ മൊണാലിറ്റടിയൊന്നും വേണ്ട. എന്ത് ചൂടെ ഇന്നൊരു വ്യക്തിയല്ലടാ. കാണ് എന്ത് കഷോ. കാണ്. അണ്ണാ മാല കിട്ടിയില്ല. മാലയിൽ പോയി ഞണ്ടിന്റെ ഇറക്കം കിട്ടി. മാല പോയി. മാല വെള്ളത്തിൽ പോയി. മനസ്സിലായി. മാല അവൻ വിഴുങ്ങി. 2 കിലോ പഴം കൊടുത്തിട്ട് അപ്പുറത്തെ പറമ്പിരുത്താം. ഡേ നീയൊക്കെ പറഞ്ഞ ആളെവിടെ ഇടാം? മറ്റേ എരമ്പിക്കൊണ്ടുവരുന്ന ആളെവിടെ ഇടാം? എരമ്പിക്കൊണ്ടുവരുന്ന ആളാ? അതാര്? കളിക്കല്ലോ ഡേ. എന്റെ അമ്മയാണെ ഞാൻ ആരെയും സെറ്റ് ചെയ്യില്ല. നീ ആരെങ്കിലും സെറ്റ് ചെയ്യണം. ഞാൻ ആരെയും വിളിച്ചില്ല. പോ, ഒരു 5 പേരെങ്കിലും കൊണ്ടുവരുന്ന. എന്റെ പള്ളി അവന്മാർ ആളെണ്ണം കൂടുതലാണ്. ആ തടിയനെയൊക്കെ കണ്ട അവ ഇടിച്ചുറക്കും. ഇനി എന്ത് ചെയ്യും? അപ്പം ഞാൻ ഒരു തറ വില കാണിക്കാൻ പോവുകയാണ്. കൂടെ നിന്നോണം. അത് ഞങ്ങളെ ഓക്കെ. കിണിക്കണേ ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെടുற അമ്മ ഇടിച്ച് കൂട്ടും നിന്നെ. ശരി, ഇനി 3-ാം പക്കം കാണാം. തേഞ്ഞൊട്ടി ചതിയും ചതിച്ചു. കുഴപ്പമില്ലടാ, നമ്മൾ 3 പേരുണ്ടല്ലോ. 3 പേര് കട്ടയ്ക്ക് നിൽക്കാം. 3 പേര് അങ്ങോട്ട് വയ്ക്കണം. എനിക്ക് അപ്പോഴേ തോന്നിയവ സ്ഥിരം ക്ലീശ അടിക്കുന്നു. ഒടുക്കത്തവനെ എൻ്റെ പൊന്ന. അപ്പോ ഓക്കെ, ഈ അച്ഛന്റെ ചിതാഭസ്മം വേണമെങ്കിൽ ഇവിടെ ഒഴുകിക്കോ, കുഴപ്പമില്ല. ഇനി അച്ഛൻ കൊച്ചച്ഛനെന്നും പറഞ്ഞ് ഈ അരി വരരുത്, കേട്ടല്ലേ? ഡീൽ 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 ഡീൽ. അപ്പൊ ഓക്കെ, 16 വിളിക്കാൻ മറക്കല്ലേ? ഓക്കെ ബൈ. ആ അങ്ങനെ അങ്ങ് പോയാലോ? പിന്നെ എങ്ങനെ പോണം? ഇങ്ങനെ അയ്യോ, എന്റെ കണ്ണിടിച്ച് പഠിപ്പിച്ച് എനിക്കൊന്നും കാണാൻ പറ്റണില്ല. എനിക്കും ഒന്നും കാണാൻ പറ്റുന്നില്ല. മധു സാറിനെ അവന്മാരിടിച്ച ഇടങ്ങിടിച്ച് പഠിപ്പിച്ചു. അവന്മാര് ചിരട്ടയ്ക്ക് ഇടിച്ചെന്ന് തോന്നണ്. അതെങ്ങനെ മനസ്സിലായി? എന്റെ കയ്യിൽ ഒരു ചിരട്ട കിട്ടി. ചിരട്ട കളയണ്ട, അതിന്റെ കാൽമുട്ടിലെ ചിരട്ടയാടാ പട്ടി. അവന്മാരെന്നെ ഇടിച്ചില്ല, എനിക്ക് വിഷമമില്ല. പക്ഷെ അവന്മാരെന്റെ പച്ച ജുബ്ബ കൊണ്ടുപോയടാ. അവന്മാരെന്റെ ജുബ്ബ കൊണ്ടുപോയെങ്കിലും ആ കോളറും ബട്ടൺസും എന്റെ കഴുത്തി വെച്ചിട്ട് തന്നെ പോയാ. ഓ, നീ ആ ഭാസ്കരന്റെ അനിയനോട് പറ, അവന്റെ അഭിനയം കഴിഞ്ഞെങ്കിൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ. ഗുഡ് സ്റ്റഫ് ബോയ്സ്. അതോ ലോകം.